ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. പീതാംബരം കരവിരാജിതശംഖുചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം നാരായണീയ പാരായണത്തെക്കുറിച്ചും നാരായണീയ പാരായണം ചെയ്ത് കഴിഞ്ഞാലുള്ള സവിശേഷതകളെ, അതിൻ്റെ ഫലത്തെക്കുറിച്ചുമാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. നാരായണത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള ഭക്തിസാന്ദ്രമായ ഒരു കാവ്യമാണ് നാരായണീയം. നാരായണനെ സംബന്ധിച്ചത് എന്ന അർത്ഥം വരുന്ന നാരായണീയം ഭാഗവതത്തിൻ്റെ സംഗ്രഹമാണ്, സംക്ഷിപ്ത രൂപമാണ്. നാരായണീയത്തെയും അതിൻ്റെ ഉപജ്ഞാതാവായ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിനെയും ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് വൃശ്ചികം 28-ാം തീയതി നാരായണീയ ദിനമായിട്ട് ആചരിക്കുന്നു. രോഗങ്ങളും അതുപോലെ തന്നെ കടബാധ്യതകളെയുമൊക്കെ നീക്കം ചെയ്ത് ഗുരുവായൂരപ്പൻ്റെ പ്രീതി നമുക്ക് ലഭിക്കും ഈ നാരായണീയ പാരായണം ചെയ്താൽ. ഈ സമ്പൂർണ്ണ നാരായണീയം ചെയ്യുന്നത് ഈ നാരായണീയ ദിനത്തിൽ അത്യുത്തമമാണ്. നാരായണീയത്തിൻ്റെ ഉത്ഭവ കഥ ഞാൻ പറയാം. നാരായണത്തിൻ്റെ ഉത്ഭവ കഥയുണ്ട്. ഒരിക്കൽ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ വ്യാഖ്യാന ഗുരുവായ അച്യുത പിഷാരടിക്ക് പക്ഷാഘാതം പിടിച്ച് കിടപ്പിലായി. അപ്പോൾ ഈ ഗുരുവിൻ്റെ യാതനകളൊക്കെ അനുഭവിക്കുന്നത് കണ്ടപ്പോൾ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഗുരുദക്ഷിണയായിട്ട് തൻ്റെ യോഗശക്തി കൊണ്ട് ആ രോഗത്തെ തൻ്റെ ശരീരത്തിലേക്ക് മാറ്റി. അപ്പോൾ ഈ മാറ്റിയപ്പോൾ ആ ഗുരുവിൻ്റെ കഷ്ടതകളൊക്കെ മാറി. എന്നിട്ട് അതിൻ്റെ രോഗങ്ങൾ വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ രോഗശാന്തിക്കുള്ള ഉപായം അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സംസ്കൃത പണ്ഡിതനും മലയാള ഭാഷാ പിതാവുമായ എഴുത്തച്ഛൻ്റെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞയച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഉപായം എന്ന് പറയുന്നത് മീൻ തൊട്ടു കൂട്ടുക എന്നതാണ്. അപ്പോൾ ബുദ്ധിമാനായ ഈ മേൽപ്പത്തൂർ അതിൻ്റെ സാരാംശം മനസ്സിലാക്കിയിട്ട് ഭാഗവതത്തിലെ മത്സ്യാവതാരം തൊട്ടുള്ള ശ്രീകൃഷ്ണ കഥകളും അതുപോലെ തന്നെ കണ്ണൻ്റെ ലീലാവിലാസങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാരായണീയം എന്ന സംസ്കൃത സ്തോത്രം രചിക്കാൻ ആരംഭിച്ചു. 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതത്തെ അതിൻ്റെ സാരാംശം ഒട്ടും തന്നെ കുറയ്ക്കാതെ, ഒഴിവാക്കാതെ, സാരാംശം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് 1043 ശ്ലോകങ്ങളിലായിട്ട് നാരായണീയം രചിക്കാൻ തുടങ്ങി. ഈ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ 27-ാമത്തെ വയസ്സിലാണ് ഈ നാരായണീയം രചിച്ചത്. 100 ദശകങ്ങളിലായിട്ടാണ് ഈ നാരായണീയം രചിച്ചത്. ഓരോ ദിവസവും ഓരോ ദശകം രചിച്ച് ഈ ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. അങ്ങനെ 100-ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളൊക്കെ മാറി ആയുരാരോഗ്യത്തോടു കൂടി അദ്ദേഹം ഗൃഹത്തിലേക്ക് പോയി. ഈ 100-ാമത്തെ ദശകം എന്ന് പറയുന്നത് ഭഗവാന്റെ കേശാധിപാത വർണ്ണനമാണ്. ആ കേശാധിപാത വർണ്ണനത്തിലൂടെയാണ് ഇത് പരിസമാപ്തിയിലേക്ക് എത്തിയത്. അത് വൃശ്ചികം 28-ാം തീയതിയായിരുന്നു. അതുകൊണ്ടാണ്
വൃശ്ചികം 28-ാം തീയതി നമ്മൾ നാരായണീയ ദിനമായിട്ട് ആചരിക്കുന്നു. ആ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ വളരെ വിശിഷ്ടമാണ്. വളരെ എല്ലാ നാരായണീയ പാരായണങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. ശ്രേഷ്ഠമായ ദിവസമാണ്. ഗുരുവായൂരപ്പന് സമർപ്പിച്ച ഒരു കാണിക്കയാണ് ഈ നാരായണീയം, ശ്രീമദ് നാരായണീയം. വളരെ ഭക്തിയോടുകൂടിയാണ് ഈ നാരായണീയം അദ്ദേഹം ഈ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് രചിച്ചിട്ടുള്ളത്. അത് നമുക്ക് നാരായണീയത്തിലെ ഓരോ ദശകവും എടുത്തു നോക്കിയാൽ നമുക്ക് ആ ഭക്തി നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ നാരായണീയം ഒരു ഔഷധക്കൂട്ടായിട്ടാണ് മേൽപ്പത്തൂരിന് രചിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അതുപോലെ തന്നെ നമ്മളും വളരെ വിശ്വാസത്തോടുകൂടി, ഉത്തമ വിശ്വാസത്തോടു കൂടിയിട്ട് അത് നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കും അതിൻ്റെ ഫലം ലഭിക്കുന്നതാണ്. നമ്മൾക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ വിമുക്തി ഉണ്ടാകും. നമുക്ക് അതിലെ നാരായണത്തിലെ ഓരോ ദശകത്തിൻ്റെയും അവസാനം പറയുന്നുണ്ട്, എൻ്റെ രോഗങ്ങളിൽ നിന്നും ശാന്തി വരുത്തേണമേ, അങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾക്കും അങ്ങനെ ഈ നാരായണീയം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കും രോഗങ്ങളൊക്കെ മാറി, അതുപോലെ തന്നെ കടബാധ്യതകളൊക്കെ മാറി ദീർഘായുസ്സോടുകൂടി നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ നാരായണീയം ഓരോ ദശകത്തിലെ ഓരോ ശ്ലോകങ്ങളായിട്ട് ചൊല്ലിയിട്ട് ഇനി അതിൻ്റെ അർത്ഥത്തോടു കൂടി വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഞാൻ അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും.